നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. മിഡീവൽ കേരള, നമുക്കറിയാം മധ്യകാലഘട്ടം കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് 9ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ അതുപോലെ 8ാം ക്ലാസ്സിലേക്ക് നമുക്ക് പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മധ്യകാലഘട്ടത്തിൽ, അതായത് ആദ്യത്തെ പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ, പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം പഠിച്ചു കഴിഞ്ഞു. ആ ഒരു എഴുതി വെക്കപ്പെടാത്ത കാലഘട്ടത്തിലെ ചരിത്രത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്ന മധ്യകാലഘട്ടമാണ്. കേരളത്തിൽ മധ്യകാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി എന്നൊക്കെയുള്ളത് നമുക്ക് പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തെ പറ്റി അല്ലെങ്കിൽ മിഡീവൽ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ചരിത്രത്തെ പറ്റി നമുക്ക് അറിയാൻ പറ്റിയത് ഏത് ഡോക്യുമെന്റ്സിൽ നിന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വട്ടെഴുത്ത് ഡോക്യുമെന്റ്സ് ആണ് കേട്ടോ. അതൊരു സ്ക്രിപ്റ്റ് ആണ്. വട്ടെഴുത്ത് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആണ്. അതിലാണ് കൂടുതലും എന്ത് എഴുതിയിരിക്കുന്നത്, ആ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് വട്ടെഴുത്ത് ഡോക്യുമെന്റ്സിൽ നിന്നാണ്. The most important source of information about the nads of Kerala, കേരളത്തിലെ നാടുകളെ പറ്റിയുള്ള ഏറ്റവും വലിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെജോറിറ്റി ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്, മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ നിന്നാണ്, വട്ടെഴുത്ത് ഡോക്യുമെന്റ്സിൽ നിന്നാണ്. നാഡൂസ് എമർജ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് തമിഴകം. തമിഴകം കാലഘട്ടം നമ്മൾ പഠിച്ചതാണ്. തമിഴകം എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഏത് ഫോം ചെയ്യുന്ന നാടുകൾ ഫോം ചെയ്തു വരുന്നത്. The Nadus were the places where the people established their agricultural settlement. അല്ലെ, ആൾക്കാർ എവിടെയാണോ, നമ്മൾ ഗംഗാസമതലം പഠിച്ചതുപോലെ ആൾക്കാർ എവിടെയാണോ, ഗംഗാസമതലം പഠിച്ചു, അവിടെ നമ്മൾ എന്ത് പഠിച്ചു, ജനപദാസ് ഫോം ചെയ്തു എന്ന് പഠിച്ചില്ല. അവിടെ എന്ത് ചെയ്തു, അഗ്രികൾച്ചർ സെറ്റിൽമെന്റ് ഉണ്ടായി. അവിടെ എന്തുണ്ടായി വന്നു, ജനപദാസ് ഉണ്ടായി വന്നു. കേരളമായപ്പോൾ അവിടെ നാടുകൾ ഉണ്ടായി വന്നു. സെയിം പൊളിറ്റിക്കൽ സ്ട്രക്ചർ തന്നെയാണ് ഉണ്ടായി വരുന്നത്. അതായത് ആൾക്കാർ എന്ത് ചെയ്തു, ഇവിടെ അഗ്രികൾച്ചർ സെറ്റിൽമെന്റ്സ് ഫോം ചെയ്ത സമയത്ത് ഇവിടെ എന്തുണ്ടായി വന്നു, നാടുകൾ ഫോം ചെയ്തു. അവിടെയാണെങ്കിൽ എന്തുണ്ടായി വന്നു, ഈ പറയുന്ന പോലെ ജനപദാസ് ഉണ്ടായി വന്നു. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. എന്താണ്, കുടികൾ ചേർന്നാണ് ഊരുണ്ടാകുന്നത്, ഊരുകൾ ചേർന്ന് നാടുണ്ടാവും. അപ്പൊ കുടി എന്ന് പറയുന്നത് എന്താണ്, കുഡീസ് വേ ദ ഫാമിലീസ് ഓഫ് ഒക്കുപേഷണൽ ഗ്രൂപ്പ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. അതായത് കൃഷിയിൽ എന്താണോ എൻഗേജ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഫാമിലീസ് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് എന്ത് വിളിക്കാം, ഒരു കുടി എന്ന് വിളിക്കാം. അത് ചീഫ് ഓഫ് ദ കുടി, അതിലെ ഏറ്റവും ചീഫിനെ നമുക്ക് എന്ത് വിളിക്കാം, കുടിപതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിക്കാം. എന്താണ് ചീഫ്, കുടി എന്ന് പറയുന്നതിന്റെ ഏറ്റവും ചീഫിനെ നമുക്ക് എന്തറിയപ്പെടാം, കുടിപതി എന്നറിയപ്പെടാം. കുടികൾ, പല പല കുടികൾ ചേർന്ന് എന്തുണ്ടായി, ഒരു ഊരുണ്ടാവും. സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഊരുകളെ പറ്റി. മെനി കുഡീസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ഊർ. അറിയാലോ, കുടികൾ ചേർന്നാണ് ഊരുണ്ടായിരിക്കുന്നത്. ചീഫ് ഓഫ് ഊർ എന്നാണ്, ഊരാളറാണ് എന്താണ് അതിന്റെ ചീഫ് എന്ന് പറയുന്നത്. ഊരിന്റെ ചീഫ് എന്ന് പറയുന്ന ആരാണ്, ഊരാളറാണ്. ഇനി ഒരുപാട് ഊരുകൾ ചേർന്നുണ്ടാവും, ഒരു നാടുണ്ടാകും. മെനി ഊസ് കൺസിഡർഡ് എ നാഡോ. ദ ചീഫ് ഓഫ് ദ നാഡു വേർ നാടുവാഴി. അവിടുത്തെ ചീഫ് ആരാണ്, നാടുവാഴി ആയിരിക്കും ആ നാട് ഭരിക്കുന്നത്. മനസ്സിലായി? എന്താണ്, ചെറിയ ചെറിയ കുടികൾ ചേർന്ന ഒരു ഊരുണ്ടാകും, കുറച്ച് ഊരുകൾ ചേർന്നുണ്ടാകും, ഒരു നാടുണ്ടാകും. നാട് ഭരിക്കുന്ന നാടുവാഴിയും ഊര് ഭരിക്കുന്നത് ഒരാളറും, അതുപോലെ കുടിയിലെ ചീഫ് ആരാണ്, കുടിപതിയുമാണ്. ഓക്കെ, കേരള വാസ് എ പാർട്ട് ഓഫ് ദ ഏൻഷ്യന്റ് തമിഴകം റൂൾഡ് ബൈ മൂവേന്തേഴ്സ്. നമുക്കറിയാലോ, മൂവേന്തന്മാർ ഭരിക്കുന്ന കാലഘട്ടം തമിഴകം ഭരിച്ചത് മൂവേന്തേഴ്സ് ആണ്. അറിയാമല്ലോ, ഈ പറയുന്ന പാണ്ഡ്യ, ചോള, ചേര എന്നൊക്കെ പറയുന്ന മൂവേന്തേഴ്സ് ആണ് കേരളം ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ കേരളം ഏതിന്റെ പാർട്ടായിരുന്നു, തമിഴകത്തിന്റെ പാർട്ടായിരുന്നു. എ കിങ്ഡം ബേസ്ഡ് മഹോദയപുരം. മഹോദയപുരം ബേസ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടായി വന്നു. എന്താണ്, മഹോദയപുരം ബേസ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടായി വന്നു. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ 9th century. അതായത് ഏതാണ് 9ാം നൂറ്റാണ്ടായ സമയത്ത് ഏതാണ് നമ്മുടെ മഹോദയപുരം കേന്ദ്രീകരിച്ച് കേരളത്തിൽ ഒരു കിങ്ഡം ഫോം ചെയ്തു വന്നു. അങ്ങനെ വന്ന ഏതാണ് കിങ്ഡത്തിലെ റൂളേഴ്സിന് അറിയപ്പെടുന്ന പേരാണ് പെരുമാൾസ്. കേട്ടോ, പെരുമാക്കന്മാരെന്നൊക്കെ പറയും, പെരുമാൾസ്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, എന്താണ്, കേരളം എന്ന് പറയുന്നത് തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. 9ാം നൂറ്റാണ്ടായ സമയത്ത് മഹോദയപുരം എന്താണ് കേന്ദ്രീകരിച്ച് ഒരു കിങ്ഡം ഉണ്ടായി വന്നു. ആ കിങ്ഡത്തിലെ റൂളേഴ്സിന് അറിയപ്പെടുന്നത് എന്താണ്, പെരുമാൾസ്. അപ്പൊ കേരളം ഭരിക്കുന്ന ആരായിരിക്കും പിന്നീട്, പെരുമാൾസ് ആയിരിക്കും. പെരുമാൾസ് വെർ ഓൾസോ നോൺ ആസ് ചേരാസ് ആൻഡ് ചേരമൻസ്. ചേരന്മാരെന്നും എന്താണ് ചേരമൻസ് എന്നൊക്കെ ആരെ അറിയപ്പെട്ടിരുന്നു, പെരുമാൾസിനെ അറിയപ്പെട്ടു. ചേര, കേരളം നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് ചേരന്മാര് എന്താണ് ചോള, പാണ്ഡ്യ, ചേര, അവരുമാതിരി ഇതിലാണ്, ചേരാസിലാണ് ഇത് വരുന്നത്, കേരളം വരുന്നത് അല്ലേ. അപ്പൊ പെരുമാൾസ് വെർ ഓൾസോ നോൺ ആസ് ചേരാസ് ആൻഡ് ചേരമൻസ്. സം ഓഫ് ദീസ് റൂളേഴ്സ് അഡോപ്റ്റഡ് ദ ടൈറ്റിൽ കുലശേഖര. ഈ കിങ്ഡത്തിൽ വരുന്ന കുറച്ചു പേര് എന്ത് പേരെടുത്തിരുന്നു, കുലശേഖര എന്ന് പറയുന്ന ടൈറ്റിൽ എടുത്തിരുന്നു. ചില രാജാക്കന്മാരെ പേരിനോട് എന്ത് കാണാൻ പറ്റും, കുലശേഖര എന്ന് പറയുന്ന പേരും കാണാൻ പറ്റും. മോസ്റ്റ് റീജിയൻസ് ഇൻ ദ പ്രസന്റ് കേരള വേർ അണ്ടർ ദ റൂൾ ഓഫ് ദ പെരുമാൾസ്. ഇന്ന് കേരളത്തിൽ ഉള്ള മെജോറിറ്റി ഭാഗങ്ങളിലും ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ആരുടെ കീഴിൽ വന്നതാണ്, പെരുമാക്കന്മാരുടെ കീഴിൽ അവർ ഭരിച്ചിരുന്നതാണ്. ദ റെയിൻ ഓഫ് പെരുമാൾസ് എക്സ്റ്റെൻഡഡ് ഫ്രം കോലത്തുനാട് ഇൻ ദ നോർത്ത് ടു വേണാട് ഇൻ ദ സൗത്ത്. അപ്പൊ കോലത്തുനാട് മുതൽ വേണാട് വരെ ആയിരുന്നു കേരളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ നിന്ന് വരാന്നുള്ളത്, ആദ്യമായി കേരളം എന്താണ്
മൊത്തത്തിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മൊത്തം കേരളം മൊത്തം കേന്ദ്രീകരിച്ച ഒരു ഭരണം നടത്തിയത് ആരാണ്? പെരുമാൾസ് ആണ്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്? ഈ പറയുന്ന പോലെ പാണ്ഡ്യന്മാരും ചോളന്മാരും ചേരന്മാരും ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. അതിൽ കേരളം മൊത്തം എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ആരും ഭരിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എന്താണ് നമ്മുടെ കോലത്ത് നാട് മുതൽ വേണാട് വരെ ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു കേരളത്തെ ആര് ഭരിച്ചിരുന്നു? പെരുമാൾസ് ഭരിച്ചിരുന്നു. ആ മാപ്പ് നമുക്ക് നോക്കാം. കണ്ടോ? വേണാട് മുതൽ കോലത്ത് നാട് വരെ ഇത്രയും ഏരിയ ആരുടെ കയ്യിലായിരുന്നു? ഈ പറയുന്ന പെരുമാക്കന്മാരുടെ കയ്യിലായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നത് ആരായിരുന്നു? പെരുമാൾസ് ആണ്. ഓക്കെ. All the 14 nadus from Kolattu Nadu in the north to the Wayanad in the south accepted the role of Perumals. അറിയാലോ, കോലത്ത് നാട് മുതൽ നോർത്തിലുള്ള കൊല്ലത്ത് നാട് മുതൽ സൗത്തിലുള്ള വേണാട് വരെ എന്ത് ചെയ്തിരുന്നു? അവരെല്ലാം ആരുടെ ഭരണം? നമ്മുടെ പെരുമാൾസിന്റെ ഭരണം അംഗീകരിച്ചിരുന്നു. ഇറ്റ് വാസ് ഡ്യൂറിങ്. അപ്പൊ ഒന്നുകൂടെ പഠിക്കുക. എത്ര നാടുണ്ടായിരുന്നു? 14 നാടുകൾ കേട്ടോ. ഇന്ന് 14 സ്റ്റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കേരളത്തിൽ എത്രയാണ്? മിഡീവൽ കേരളത്തില് 14 നാടുകളാണ് ഉണ്ടായിരുന്നത്. ഊരുകൾ ചേർന്ന് നാടുകളുണ്ടായി. അങ്ങനെ 14 നാടുകളുണ്ടായി. It was during this period that a centralized rule came into being in Kerala for the first time. ആദ്യമായിട്ട് കേരളത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഒരു കേന്ദ്രീകൃത ഭരണം വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. റൂളേഴ്സ് ഫ്രം രാജശേഖരൻ ടു രാമകുലശേഖരൻ റൂൾ ഡ്യൂറിങ് 800 to 1122 അല്ലെ. അതായത് എത്രയാണ്? 800 മുതൽ 1122 വരെ ആരാണ് ഭരിച്ചത്? രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെ ഏത് ഭരിച്ചു? പെരുമാൾസ്. ഇവരൊക്കെ പെരുമാൾസ് ആണ്. ഇവർ ഏത് ഭരിച്ചു? മഹോദയം ക്യാപിറ്റലാക്കി നമ്മുടെ കേരളം ഭരിച്ച ആൾക്കാരാണ്. ഇതില് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ 14 നാടുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കാലഘട്ടം ഏതാണ്? 800 മുതൽ 1122 കാലഘട്ടം വരെ എന്താണ് രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെ നമ്മുടെ എന്താണ് മഹോദയപുരം കേന്ദ്രീകരിച്ചാണ് അവർ ഭരണം നടത്തിയത്. ഓക്കെ അല്ലേ? ശരി, ഇതൊന്ന് ഓർത്തിരിക്കുക. ഇത്രയുമാണ് നടന്നത്. ഇതിൽ കൊടുങ്ങല്ലൂരാണ് കൊടുത്തിട്ടുണ്ട് മഹോദയപുരം എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മഹോദയപുരം എന്നൊക്കെ അറിയപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ഈ ഒരു ഭാഗത്താണ്. ഇതിനെ കേന്ദ്രീകരിച്ചാണ് അവർ ഭരണം നടത്തിയിരുന്നത്. മധ്യകാല കേരളത്തിലെ നാടുകളാണ് കൊടുത്തിരിക്കുന്നത്. 14 നാടുകളുണ്ട്. പെരുമാൾസ് ആണ് എന്ത് ചെയ്തിരുന്നത്? ഭരിച്ചിരുന്നത്. നാടു എന്താണെന്ന് നോക്കാം. ദ ഓണർഷിപ്പ് ഓഫ് ഫാം ലാൻഡ്സ് വാസ് വെസ്റ്റഡ് വിത്ത് ബ്രാഹ്മിൻസ്. അറിയാലോ, ഈ പറയുന്ന ദേവസ്വം ഭൂമി അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് ആരെ കൈവശമാണ്? ബ്രാഹ്മിൻസിന്റെ കൈവശമാണ്. അതിനല്ല ഈ പറയുന്ന എന്താണ് ഫാം ലാൻഡ്സ്, കൃഷിയിടങ്ങളൊക്കെ ആരുടെ കയ്യിലാണ്? ബ്രാഹ്മിൻസിൻ്റെ കയ്യിലാണ്. അപ്പൊ നമുക്കത് എന്ത് പറയാൻ പറ്റും? ഊരാളന്മാരെന്ന് പറയാൻ പറ്റും. അതിന്റെ കയ്യിൽ എന്താണ് ഇവരുടെ ലാൻഡിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറയാം? കാരാളന്മാരെന്ന് പറയാം. അപ്പം ഏറ്റവും മുകളിൽ ഈ പറയുന്ന പോലെ നാടുവാഴി വരും. പിന്നെ അതിന്റെ താഴെ എന്താണ് ഊരാളന്മാർ വരും. അതിന്റെ താഴെ എന്താണ് കാരാളന്മാർ വരും. അങ്ങനെ എന്തൊരു ഒക്കുപേഷൻ ബേസ് ചെയ്ത് വരുന്ന ഒരു സോഷ്യൽ ഡിവിഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിൽ എന്ത് കാണാൻ പറ്റും? സോഷ്യോ എക്കണോമിക് ഇനിക്വാളിറ്റീസും ഡിവിഷൻസും ഉണ്ടായിരുന്നു. അവിടെ എന്താണ് കൃഷിക്കാർ മാത്രമല്ല എന്താണ് അലാദിയേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? സോയിലിൽ കൃഷി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അത് മാത്രമല്ലാതെ എന്താണ് വേറെ ഒക്കുപേഷൻ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഓർത്തിരിക്കേണ്ട ബ്രാഹ്മിൻസ് ഓർത്തിരിക്കുക, ഊരാളന്മാർ ഓർത്തിരിക്കുക, കാരാളന്മാർ ഓർത്തിരിക്കുക. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണോ? അതുപോലെ ആസ് അഗ്രികൾച്ചർ ബിക്കെയിം വൈഡ് സ്പ്രെഡ് ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് കോൾഡ് നാടു ഡെവലപ്ഡ്. അപ്പം അഗ്രികൾച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു നാടുണ്ടായത് എങ്ങനെയാണ്? അഗ്രികൾച്ചർ ഏരിയ എന്ത് ചെയ്തു? കൂടി വരുന്ന സമയത്ത് അഗ്രികൾച്ചർ സെറ്റിൽമെന്റ് ഉണ്ടായി. അവിടെ നാടുകൾ ഉണ്ടായി വന്നു നമ്മൾ പഠിച്ചതാണ്. ദോസ് ഹു എസ്റ്റാബ്ലിഷ് പവർ ഓരോ നാടുകളിലും എന്താണ് അതിന്റെ മുകളിൽ എന്താണ് അധികാരം സ്ഥാപിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് നാടുവാഴീസ്. നമ്മൾ പറഞ്ഞല്ലേ, നാട് ഭരിക്കുന്ന ആരാണ്? നാടുവാഴീസ് ആണ്. 14 നാടുകൾ ഉണ്ടായിരുന്നു. അവിടേക്ക് എന്തും കാണും, നാടുവാഴികളും ഉണ്ടായിരിക്കും. അപ്പോ ഇനി എന്ത് കഴിഞ്ഞു? ഈ പറയുന്ന പെരുമാൾസിന്റെ ഭരണം കഴിഞ്ഞു. ഇനി അടുത്ത് വേറൊരു ആൾക്കാരായിരിക്കും. നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് കഴിഞ്ഞിട്ട് ആര് വന്നു? മുഗൾ വന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണം ഏറ്റെടുത്തു. അതുപോലെ ഇതിന്റെ ഭരണം കഴിഞ്ഞു, പെരുമാക്കന്മാരുടെ ഭരണം കഴിഞ്ഞപ്പോൾ പിന്നെ ആര് വന്നു? നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായി വന്നു. ദ റെയിൻ ഓഫ് ദ പെരുമാൾസ് കെയിം ടു ആൻ എൻഡ് ബൈ ദ 12th century. അല്ലെ, 12ാം നൂറ്റാണ്ടായപ്പോൾ ആരുടെ ഭരണം അവസാനിച്ചു? പെരുമാൾസിന്റെ ഭരണം അവസാനിച്ചു. ഈ പെരുമാൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു ലോക്കൽ ഏരിയ ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ഏരിയ ഭരിക്കാനായിട്ട് എന്താണ് ലോക്കൽ റൂളേഴ്സിനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അവരെന്തായി? ഈ പറയുന്ന നമ്മുടെ പെരുമാക്കന്മാരുടെ ഭരണം ക്ഷയിച്ച സമയത്ത് അവർ എന്ത് ചെയ്തു? ആ ഏരിയ അവരെ കയ്യിലാക്കുകയും അവരവിടെ എന്ത് ചെയ്തു? അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് എന്തുണ്ടായി വരുന്നത്? നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായി വന്നത്. നാടുകളുണ്ടായിരുന്നു, നാടുകളിലെ നാടുവാഴികൾ ഉണ്ടായിരുന്നു. ഇവർ ലോക്കൽ ലീഡേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവിടുത്തെ ഭരണങ്ങൾക്ക് നോക്കാനായിട്ട്. പക്ഷെ എന്താണ് ഇവരുടെ ഭരണം ക്ഷയിച്ചു വന്നപ്പോൾ അവരെന്തായത്? ഇൻഡിപെൻഡന്റ്ലി അധികാരം പിടിച്ചെടുക്കുകയും അവിടെ എന്തുണ്ടായി വന്നു? നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായി വന്നു. ഓക്കെ, ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ചീഫ്റ്റൈൻ വാസ് നോൺ ആസ്. അങ്ങനെയുള്ള ഒരു ലോക്കൽ ലീഡറിന്റെ എന്താണ് കൺട്രോളിൽ വന്ന റീജിയൻ എന്ത് വിളിച്ചു? സ്വരൂപം എന്ന് വിളിച്ചു. ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ്റ്റൈൻ വാസ് നോൺ ആസ് സ്വരൂപം. ദ ജോയിന്റ് ഫാമിലി ഓഫ് ദ ചീഫ്റ്റൈൻ വാസ് ഓൾസോ നോൺ ആസ് സ്വരൂപം. അതായത് ആ പറയുന്ന ലീഡറിന്റെ എന്താണ് ജോയിന്റ് ഫാമിലിയെയും സ്വരൂപം എന്ന് തന്നെയാണ് വിളിച്ചത്. രണ്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കണക്റ്റഡ് ആണ്. അതായത് എന്താണ്
നാടുവാഴീസ് ലോക്കൽ ലീഡേഴ്സിനെ അധികാരം ഏൽപ്പിച്ചിരുന്നു. അവർ അധികാരം പിടിച്ചെടുക്കുകയും ആ ഏരിയ അവർ ഭരിക്കുകയും ചെയ്തു. അപ്പോൾ ആ റീജിയനെയും സ്വരൂപം എന്ന് തന്നെയാണ് വിളിച്ചത്. അതുപോലെ തന്നെ ലോക്കൽ ലീഡേഴ്സിന്റെ എന്താണ് ജോയിന്റ് ഫാമിലിയെ നമുക്ക് എന്തിനെ വിളിക്കാം, സ്വരൂപം എന്ന് തന്നെ വിളിക്കാം. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ബിക്കം ദ റൂളർ. ആ ഫാമിലിയിലെ ആ സ്വരൂപത്തിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും എന്തായിട്ട് മാറുന്ന, റൂളറായിട്ട് മാറുന്നത്. മനസ്സിലായി? ആ സ്വരൂപത്തിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും അടുത്ത റൂളർ. ദ മേജർ സ്വരൂപംസ് ഡ്യൂറിംഗ് ദ പീരീഡ്. അപ്പൊ ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ കാലഘട്ടത്തിൽ നാടുകൾ മാറിയിട്ട് എന്തുണ്ടായി വന്നു, ഈ പറയുന്ന പോലെ സ്വരൂപങ്ങൾ ഉണ്ടായി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ടെസ്റ്റിൽ പറയുന്നുണ്ട്, പഠിക്കണം. തൃപ്പാപ്പൂർ സ്വരൂപം പറയുന്നുണ്ട്. തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുമ്പോൾ എവിടെയാണ്, വേണാടിലാണ് തൃപ്പാപ്പൂർ സ്വരൂപം വരുന്നത്. വേണാട് നമുക്ക് ട്രിവാൻഡ്രം, ഇന്നത്തെ ട്രിവാൻഡ്രം ഒക്കെ വരുന്നത് വേണാട്. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ നാടുകൾ പറഞ്ഞാൽ വേണാട് പറഞ്ഞായിരുന്നു, അതെന്തായിട്ട് മാറി, തൃപ്പാപ്പൂർ സ്വരൂപമായിട്ട് മാറി. കൊച്ചിയിൽ എന്ത് വന്നു, പെരുമ്പടപ്പ് സ്വരൂപം വന്നു. കോഴിക്കോട് എന്ത് വന്നു, നെടിയിരുപ്പ് സ്വരൂപം വന്നു. അതുപോലെ എന്താണ് ചിറക്കൽ ഏത് വന്നു, കോല സ്വരൂപം വന്നു. അപ്പൊ ഇത് എല്ലാം പഠിക്കണം, പേരുകൾ ഉൾപ്പെടെ പഠിക്കണം. വേണാടിലെ ഏതാ വന്നത്, തൃപ്പാപ്പൂർ സ്വരൂപമാണ്. ടി ഉണ്ടല്ലോ, ട്രിവാൻഡ്രം ആണെന്ന്, വേണാട് ആ ഏരിയ ട്രിവാൻഡ്രം ആണ്. അപ്പൊ തൃപ്പാപ്പൂർ സ്വരൂപം വന്നു. കൊച്ചിയിൽ ഏത് വന്നു, പെരുമ്പടപ്പ് സ്വരൂപം വന്നു. കോഴിക്കോട് ഏതാണ്, നെടിയിരുപ്പ് സ്വരൂപം വന്നു. ചിറക്കൽ ഏത് വന്നു, കോല സ്വരൂപം വന്നു. ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന പെരുമാക്കന്മാരുടെ ഭരണം കഴിഞ്ഞപ്പോൾ ലോക്കൽ ലീഡേഴ്സ് അധികാരം പിടിച്ചെടുത്തു. അന്ന് സ്വരൂപങ്ങൾ ഉണ്ടായി. മേജർ നാടുകളിൽ എന്തുണ്ടായി വന്നു, ഈ പറയുന്ന സ്വരൂപങ്ങൾ ഉണ്ടായി വന്നു, നാടുവാഴി സ്വരൂപം ഉണ്ടായി വന്നു. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, ഏതാണ്, വേണാടിൽ ഏത് വന്നു, തൃപ്പാപ്പൂരാണ് വന്നത്. കൊച്ചിയിലാണെങ്കിൽ ഏത് വന്നു, പെരുമ്പടപ്പാണ് വന്നത്. കോഴിക്കോടാണെങ്കിൽ നെടിയിരുപ്പും ചിറക്കലാണെങ്കിൽ കോല സ്വരൂപവുമാണ് വന്നത്. ഓക്കെ അല്ലേ? ശരി. അണ്ടർ ദ 18th century ദ നാടുവാഴി സ്വരൂപംസ് കണ്ടിന്യൂ വിത്തൗട്ട് മച്ച് ചേഞ്ച്. അതായത് 18ാം നൂറ്റാണ്ട് വരെ, 12ാം നൂറ്റാണ്ടിൽ അവർ ക്ഷയിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് നാടുവാഴീസ് വന്നു. 18ാം നാടുവാഴീസിന്റെ കാര്യം കഴിഞ്ഞിട്ട് ആര് വന്നു, ഈ പറയുന്ന പോലെ നമ്മുടെ സ്വരൂപംസ് വന്നു. 18ാം നൂറ്റാണ്ട് വരെ, 12th century മുതൽ 18th century വരെ ഇത് മുന്നോട്ട് പോയി. ഓക്കെ, ഓർത്തിരിക്കുക, 12th മുതൽ 18th century വരെ ഇത് മുന്നോട്ട് പോയി. By the second half of the 18th century, the sultans of Mysore, Hyder Ali and Tipu Sultan led military campaigns which created frenzy among the Naduwadis of Northern India. അറിയാലോ, ഈ ഒരു കാലഘട്ടത്തിലാണ് കേരളം ആക്രമിക്കാനായിട്ട് ആര് വരുന്നത്, മൈസൂർ രാജാക്കന്മാരായ ഹൈദർ അലിയും അദ്ദേഹത്തിന്റെ മകനായ ആരാണ്, ടിപ്പു സുൽത്താനും വരുന്നത്. അല്ലെ, അവരെന്ത് ചെയ്തു, നോർത്തേൺ കേരളയിൽ ഉണ്ടായിരുന്ന, മലബാർ റീജിയൻ ഉണ്ടായിരുന്ന ഒരുപാട് എന്താണ് നാടുവഴി സ്വരൂപംസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുകയും അവർക്ക് എന്ത് ചെയ്തു, അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിൽ നെടിയിരുപ്പ് ആൻഡ് കോല സ്വരൂപംസ് ആൻഡ് അതർ സ്മോളർ സ്വരൂപംസ് ക്വിക്ലി കെയിം അണ്ടർ ദ മൈസൂർ സുൽത്താൻ. അതിൽ നെടിയിരുപ്പും കോല സ്വരൂപവും ഒക്കെ ആദ്യമേ ആര് പിടിച്ചെടുത്തു കഴിഞ്ഞു, ടിപ്പു സുൽത്താനും മൈസൂർ രാജാക്കന്മാരും പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഈ അറ്റാക്കിനെ പേടിച്ച് എന്താണ്, പല നാടുവാഴീസ് എങ്ങോട്ട്, ഈ പറയുന്ന നോർത്തിലോട്ട് അല്ല സൗത്തിലോട്ട്, വേണാടിലോട്ട് എന്ത് ചെയ്തു, ട്രാവൽ ചെയ്തു. അതായത് നോർത്ത് കേരള അറ്റാക്ക് ചെയ്യാണ്, ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ ഹൈദർ അലിയൊക്കെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പം കുറച്ച് സ്വരൂപം ആദ്യമേ അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഈ പറയുന്ന നെടിയിരുപ്പും കോല സ്വരൂപമൊക്കെ അവർ ഓൾറെഡി പിടിച്ചെടുത്ത് കഴിഞ്ഞു. ബാക്കി കുറെ ആരാണ്, ദേശവാസീസ് ഒക്കെ എങ്ങോട്ട് ഓടി, അല്ലെങ്കിൽ എങ്ങോട്ട് പേടിച്ചോടി, അവർ ട്രാവൻകൂർ, ഇന്നത്തെ ട്രാവൻകൂർ വരുന്ന വേണാടിലോട്ട് പോയി. അപ്പൊ അതിനുശേഷം പെരുമ്പടപ്പ് സ്വരൂപം, കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം, അതായത് നേരത്തെ ഈ പറഞ്ഞ പോലെ കോല സ്വരൂപവും അതുപോലെ നെടിയിരുപ്പ് സ്വരൂപവും ഒക്കെ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ആരുടെ അതോറിറ്റി സ്വീകരിക്കേണ്ടി വന്നു, പെരുമ്പടപ്പ് സ്വരൂപത്തിനും അവരുടെ മൈസൂർ സുൽത്താൻമാരുടെ അതോറിറ്റി സ്വീകരിക്കേണ്ടി വന്നു. ഇതിൽ ആകെ റെസിസ്റ്റ് ചെയ്തെന്ന് ആരാണ്, ട്രാവൻകൂർ ആണ്, അല്ലെങ്കിൽ വേണാടാണ് ആകെ എന്ത് ചെയ്തത്, റെസിസ്റ്റ് ചെയ്ത് ഇന്നത്തെ. അപ്പൊ കോല സ്വരൂപവും നെടിയിരുപ്പ് സ്വരൂപവും ആദ്യമേ അതുപോലെയുള്ള ചെറിയ സ്വരൂപങ്ങൾ പിടിച്ചെടുത്തു. ആ പെരുമ്പടപ്പ് സ്വരൂപം, കൊച്ചിയിലുള്ള പെരുമ്പടപ്പ് സ്വരൂപത്തിന് എന്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു, അവരുടെ അതോറിറ്റി, മൈസൂർ സുൽത്താൻമാരുടെ എന്താണ് അതോറിറ്റി അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതിൽ ആകെ റെസിസ്റ്റ് ചെയ്തത് ആരാണ്, ട്രാവൻകൂർ ആണ്. ഈ സമയത്ത് ആക്ച്വലി ബ്രിട്ടീഷുകാരും മൈസൂരിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുകയുണ്ടായി. അങ്ങനെ തിരിച്ചു പോകാനുണ്ടായ ടിപ്പു സുൽത്താൻ. അതുപോലെ എതിർത്തുന്നത് ആര് മാത്രമാണ്, ട്രാവൻകൂർ മാത്രമാണ് എതിർത്ത് നിന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ സമയത്താണ് എന്ത് മാറുന്നത്, ഈ പറയുന്ന സ്വരൂപങ്ങൾ നശിച്ചു കഴിയുമ്പോഴാണ് മലബാർ, കൊച്ചി, ട്രാവൻകൂർ എന്ന് പറഞ്ഞ് കേരളം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന മിഡീവൽ കാലഘട്ടം പഠിക്കുമ്പോൾ ആദ്യം 14 നാടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് വന്നു, ഈ പറയുന്ന സ്വരൂപങ്ങൾ ഉണ്ടായി. അതിനുശേഷം കേരളം 3ആയിട്ട് തിരിച്ചു, മലബാറും കൊച്ചിയും ട്രാവൻകൂറും. അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്നത് ഇന്ന് കാണുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്തുണ്ടാകുന്നത്, കേരളം ഫോം ചെയ്യുന്നത്. ഇന്ന് കാണുന്ന കേരളം 14 ഡിസ്ട്രിക്റ്റ് വെച്ചിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്താണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ആദ്യം തമിഴകമായിരുന്നു, അതിനുശേഷം ഈ പറയുന്ന നാടുകളുണ്ട്, പെരുമാൾസിന്റെ ഭരണം, നാടുകൾ ഉണ്ടായി വന്നു. നാടുകൾക്ക് ശേഷം ഈ പറയുന്ന പോലെ സ്വരൂപങ്ങൾ ഉണ്ടായി വന്നു. സ്വരൂപങ്ങൾക്ക് ശേഷം എന്തുണ്ടായി വന്നു, കേരളം 3ആയിട്ട് തിരിഞ്ഞു, കൊച്ചി, ട്രാവൻകൂർ ആൻഡ് മലബാർ. അതിനുശേഷം എന്താണ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ സമയത്താണ് കേരളം ഇന്ന് കാണുന്ന രീതിയിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫിയറിംഗ് ദ അറ്റാക്ക് ഫ്രം മൈസൂർ സുൽത്താൻസ് മെനി നാടുവാഴി നമ്മൾ പറഞ്ഞാണല്ലേ. ശരി, ഇനി ആർമി നോക്കാം. എന്താണ് കേരളത്തിലെ ആ സമയത്തുണ്ടായിരുന്ന ആർമിയെ പറ്റി നോക്കുമ്പോൾ, ദി സ്വരൂപംസ് ഹാഡ് ദിയർ ഓൺ മിലിറ്ററി. ആ കാലഘട്ടത്തിൽ ഈ സ്വരൂപത്തിന് എന്തുണ്ടായിരുന്നു, മിലിറ്ററി ഉണ്ടായിരുന്നു. അപ്പം ഈ ട്രാവൻകൂർ ബേസ് ചെയ്ത വേണാടിന് ഒരു ആർമി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ്,
ഈ പറയുന്ന പോലെ അരിസിപ്പടിച്ചണമെന്നാണ്. അരിസിപ്പടിച്ചണമെന്ന് പറയുന്ന ആരുടെ ആർമിയാണ്? വേണാട്. അപ്പൊ അത് പഠിക്കണം, ചോദിക്കാം. വേണാടിന്റെ ആർമിയാണ് അരിസിപ്പടിച്ചനം എന്ന് പറയുന്നത്. പടമലയന്മാർ എന്ന് പറയുന്നത് കോലത്തുനാടിന്റെയും ലോകരു എന്ന് പറയുന്നത് നെടിയിരുപ്പ് സ്വരൂപത്തിന്റെയുമാണ്. അപ്പോൾ നമുക്ക് സ്വരൂപങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ വേണാടിന്റെ ആർമി എന്ന് പറയുന്നത് ഇതാണ്, അരിസിപ്പടിച്ചനമാണ്. കോലത്തുനാടിൻ്റെ ഇതാണ് പടമലയന്മാരും, നെടിയിരുപ്പിന്റെ ഇതാണ് ലോകരുമാണ്. ഇങ്ങനെയുള്ള സ്വരൂപംസിന് ആർമീസ് ഉണ്ടായിരുന്നു. ആർമികളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ടെസ്റ്റിലുണ്ട്, നമുക്കത് പഠിക്കണം. ഒന്നുകൂടെ പറയാം. വേണാടിന്റെ ആർമി അറിയപ്പെടുന്നത് എന്നതാണ്? അരിസിപ്പടിജനമെന്നും. കോലത്തുനാടിന്റെ ആർമി അറിയപ്പെടുന്നത് പടമലയന്മാരെന്നും നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ ലോകരു എന്നാണ്. ലോകരു ഇങ്ങനെയുള്ള 3 പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആർമി അത്രയേ ഉള്ളൂ കേട്ടോ. ആ 3 പേര് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ മധ്യകാലഘട്ടം കേരളത്തിൽ എന്തുണ്ടായിരുന്നു? വ്യാപാരം അല്ലെങ്കിൽ ട്രേഡ് ഉണ്ടായിരുന്നു. ട്രേഡ് വാസ് ഇനിഷ്യലി ബാർട്ടർ. ആദ്യ കാലഘട്ടത്തിൽ ബാർട്ടർ ആയിരുന്നെങ്കിൽ പിന്നെ അവർ എന്ത് ചെയ്തു? പൈസയ്ക്ക് മണി തന്നെ എക്സ്ചേഞ്ച് ആയിട്ട് ഒരു മീഡിയം ആയിട്ട് യൂസ് ചെയ്തു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രേഡ് ഗ്രൂപ്പ്സിനെ 5 വണ്ണം എന്നും മണിഗ്രാമം എന്നും അറിയപ്പെട്ടു. ടെസ്റ്റ് പറയുന്നതാണ് ഒരു ട്രേഡ് ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം 5 വണ്ണം അല്ലെങ്കിൽ മണിഗ്രാമം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കാം. എന്നാൽ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് 5 വണ്ണവും അതുപോലെ മണിഗ്രാമം എന്ന് പറയുന്നതും. Realizing the importance of trade, the Perumals extended every help to the trade groups. Tax on the trade was an important source of income. അറിയാലോ, അന്ന് ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി പെരുമാക്കന്മാർ എന്ത് ചെയ്തു? ട്രേഡിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ ടാക്സ് ഉണ്ടായിരുന്നു, ട്രേഡിന് മുകളിൽ ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചോദ്യമൊന്നും വരില്ല. മാർക്കറ്റ്സ് നോക്കാം. അപ്പോൾ ഇതിൽ ഇത്രയും പഠിച്ചാൽ മതി. എന്താണ്? ഈ 5 വണ്ണവും മണിഗ്രാമം ഒന്നുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ബാർട്ടർ സിസ്റ്റം ആണെങ്കിൽ പിന്നീട് മണി തന്നെയാണ് എക്സ്ചേഞ്ച് മീഡിയമായിട്ട് യൂസ് ചെയ്തത്. ആർമിക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു, അത് 3 നോക്കണം. ഇനി പഠിക്കാൻ പോകുന്നത് മാർക്കറ്റുകളെ പറ്റിയാണ്. മധ്യകാലഘട്ടം കേരളത്തിൽ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായിനി were the major markets of the period. കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റുകളാണ് അനന്തപുരം, കൊച്ചി, കൊല്ലം, കോഴിക്കോട് ആൻഡ് പന്തലായിനി. With the major markets of the period, the major ports were. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോർട്ടുകൾ ഏതൊക്കെയാണ്? കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എന്നു പറയുന്നത് ആ കാലഘട്ടത്തിലെ. അപ്പൊ രണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. ഏതൊക്കെയാണ്? മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പന്തലായിനി, അതുപോലെ തന്നെ കോഴിക്കോട്, കൊച്ചി, കൊല്ലം ആയിരുന്നെങ്കിൽ പോർട്ടുകൾ വരുമ്പോൾ വളപട്ടണം, കൊല്ലം, കൊച്ചി, കോഴിക്കോടൊക്കെ തന്നെയാണ് ഏതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോർട്ടുകൾ എന്ന് പറയുന്നത്. സെവറൽ ഗുഡ്സ് റീച്ച് ദ മാർക്കറ്റ്സ് ഇൻ കേരള ത്രൂ ലാൻഡ് ആൻഡ് സീ. നമുക്ക് കാലഘട്ടത്തിൽ കടലിലൂടെയും കരയിലൂടെയും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ചൈനയിൽ നിന്നായിക്കോട്ടെ, അറബികളിൽ നിന്നായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ദ ഗുഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഉണ്ണിനീലി സന്ദേശം, എ പോയം ഇൻ മണിപ്രവാളം. മണിപ്രവാളത്തിലെ ഏതാണ്? ഉണ്ണിനീലി സന്ദേശത്തില് എന്തിനെ പറ്റി പറയുന്നുണ്ട്? ആ കാലഘട്ടത്തിലെ ഗുഡ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. എന്താണ് ഉണ്ണിനീലി സന്ദേശം? എ പോയം ഇൻ മണിപ്രവാളത്തിലെ ഉണ്ണിനീലി സന്ദേശത്തെ പറ്റി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ. അന്നത്തെ ഏതാണ്? ആ കാലഘട്ടത്തിൽ ഒരു മിക്സ്ചർ ആയിരുന്നു. ഏതാണ്? ലാംഗ്വേജ് മിക്സ്ചർ. ഏതൊക്കെ? സംസ്കൃതവും ഓൾഡ് മലയാളവും തമ്മിലുള്ള ഒരു മിക്സ്ചർ ആണ് ഇതെന്ന് പറയുന്നത് മണിപ്രവാളം എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ് ഈസ് നോൺ ആസ് മണിപ്രവാളം. അറിയാലോ, അതായത് ആ കാലഘട്ടത്തിലുള്ള ന്യൂ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ്. അതായത് ഒരു പുതിയ തരമുള്ള ലാംഗ്വേജ് ആയിരുന്നു. ഏതൊക്കെ ചേർന്നിട്ട് വരുന്നതാണ്? നമ്മുടെ ഓൾഡ് മലയാളവും ഈ പറയുന്നത് സംസ്കൃതം. ഓൾഡ് മലയാളം, മട്ടെഴുത്ത് പോലെയുള്ള ഓൾഡ് മലയാളവും അതുപോലെ എന്താണ് സംസ്കൃതം ചേർന്ന ഒരു സംഭവമാണ് ഇത് മണിപ്രവാളം. അപ്പോൾ മണിപ്രവാളത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? ഉണ്ണിനീലി സന്ദേശം. അപ്പം മണിപ്രവാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വർക്കിനെ ചോദിച്ചാൽ നമുക്ക് ഏത് എഴുതാം? ഉണ്ണിനീലി സന്ദേശം എഴുതാം. ഉണ്ണിനീലി സന്ദേശത്തിലാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗുഡ്സിനെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്നറിയപ്പെടുന്ന മലയാള ദേശം എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് മലയാളം ഹാസ് എവോൾവ് ഫ്രം തമിഴ്. അത് ഒരുപാട് അതിന് എന്താണ് ഒരു ഡിബേറ്റ് ടോപ്പിക്കാണ്. തമിഴിൽ നിന്നുണ്ടായെന്നാണ് വിശ്വസിക്കുന്നത്, സംസ്കൃതത്തിനും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വേറെ വേറെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊരു ഡിബേറ്റ് ടോപ്പിക്കാണ്. ഏതാണ് ഈ പറയുന്നത്? തമിഴിൽ നിന്നാണോ? അല്ലെങ്കിൽ കറക്റ്റ് പൂർണ്ണമായി നമുക്ക് എവിഡൻസ് ഒന്നുമില്ല ഏതിൽ നിന്ന് ഇത് ഫോം ചെയ്തു എന്ന് പറയാൻ. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഏതെന്നാണ്? തമിഴിൽ നിന്നുണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. സംസ്കൃതത്തിനും ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്തു വേർ ദ സ്ക്രിപ്റ്റ് ടു റൈറ്റ് ഓൾഡ് മലയാളം. അപ്പോൾ ഓൾഡ് മലയാളത്തിൽ നമ്മൾ എഴുതിയിരുന്ന 2 സ്ക്രിപ്റ്റ് ചെയ്തൊക്കെ നമ്മൾ വട്ടെഴുത്ത് ഡോക്യുമെന്റ്സ് പഠിച്ചു. കേരള ചരിത്രത്തെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് അറിവ് തന്ന ഒരു ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന വട്ടെഴുത്ത് ഡോക്യുമെന്റ്സ് ആണ്. വട്ടെഴുത്തോ അതുപോലെ കോലെഴുത്തു വേർ ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ടു റൈറ്റ് ഓൾഡ് മലയാളം. അപ്പോൾ വട്ടെഴുത്തും കോലെഴുത്തുമാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചത്. ഓൾഡ് മലയാളം എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത്, ലിപികൾ എന്ന് പറയുന്നത്. ഇനി കൃഷ്ണഗാഥ ആരുടെയാണെന്ന് നമുക്കറിയാം. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും എഴുത്തച്ഛൻ്റെയാണ് അറിയാം. തുള്ളൽ ലിറ്ററേച്ചർ നമുക്കറിയാം, ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഇവരൊക്കെ മലയാളം ഭാഷയുടെ എന്താണ് വളർച്ചയ്ക്ക് സഹായിച്ച ആൾക്കാരാണ്. അപ്പം ഒന്നുകൂടെ പറയാം, ഏതൊക്കെയാണ്? കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെയാണ്, അധ്യാത്മരാമായണവും മഹാഭാരതം കിളിപ്പാട്ടും എഴുത്തച്ഛൻ്റെയാണ്, തുള്ളൽ എന്ന് പറയുന്ന ആരുടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെയാണ്. ഇവരൊക്കെ എന്തിനു സഹായിച്ചിട്ടുണ്ട്? കേരളത്തിലെ നമ്മുടെ എന്താണ് മലയാള ഭാഷയെ എന്താണ് അതിന്റെ വളർച്ചയ്ക്ക് സഹായിച്ച വ്യക്തികളാണ്. അപ്പൊ ഇതിൽ ജസ്റ്റ് പേരുകൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്, അത് ചോദിച്ചാൽ മറക്കരുത്. ദ മൊഹ്യുദ്ദീൻ മാല റിട്ടൺ ഇൻ അറബി മലയാളം. അപ്പം ഇതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം
എന്താണ് അറബി മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ മൊഹിയുദ്ദീൻ മാലയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കണം. മൊഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത് അറബി മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പൊ അത് പഠിക്കണം. അതുപോലെ തന്നെ ആരാണത്? ഖ്വാസി മുഹമ്മദ് ആണ്. അപ്പൊ അതും പഠിക്കണം. ഖ്വാസി മുഹമ്മദ് ആണ് ഏത് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന മൊഹിയുദ്ദീൻ മാല എഴുതിയിരിക്കുന്നത് അത് ഏത് സെഞ്ചുറിയിലാണ്? 17th സെഞ്ചുറിയിലാണ്. അപ്പോൾ അത് പഠിക്കണം. ഓക്കെ, അറബി മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ് മൊഹിയുദ്ദീൻ മാല. അപ്പോൾ നേരത്തെ മണിപ്രവാളം പറഞ്ഞു ഏതാണ്? ഈ പറയുന്ന പോലെ ഉണ്ണിനേലി സന്ദേശം. ഇപ്പൊ പറയുന്നത് മൊഹിയുദ്ദീൻ മാല ആരാണ്? ഖ്വാസി മുഹമ്മദ് ആണ്. അതുപോലെ പുത്തൻബാന നമ്മൾ കേട്ടുകൊണ്ട് ആരാണ്? അർണോസ് പാതിരിയുടെയാണ് പുത്തൻബാന. ഇതൊക്കെ എന്താണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മലയാളം ലാംഗ്വേജിനെ എൻറിച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ വർക്കുകളാണ്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. അപ്പൊ ഇത് രണ്ടും പഠിക്കുകയാണ്. മൊഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന അറബി മലയാളത്തിലാണ് എഴുതിയത്. ആരാണ്? ഖ്വാസി മുഹമ്മദ് ആണ്. അതുപോലെ തന്നെ ഏതാണ്? പുത്തൻബാന ആരെ എഴുതിയതാണ്? അർണോസ് പാതിരി എഴുതിയതാണ്. ഇതൊക്കെ നമ്മുടെ ഏത് കാലഘട്ടത്തിൽ? 18ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ മലയാളം നമ്മുടെ ലാംഗ്വേജിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ച കാര്യങ്ങളാണ്. അതുപോലെ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തൊഴിൽ പാട്ട് എന്നൊക്കെ അറിയാം. നമുക്ക് ഈ കൃഷിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പാടാറുണ്ടല്ലേ? ഏതാണ്? ഹാർവസ്റ്റ് സോങ്, അതുപോലെയുള്ള ബെല്ലാഡ്സ്. അതുപോലെ ടെസ്റ്റിൽ നമുക്ക് 5 പറയുന്നുണ്ട്. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തൊഴിൽ പാട്ട്. ഈ പറയുന്ന ബെല്ലാഡ്സിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതാണ്? കൊയ്ത്തുപാട്ട്, അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. അപ്പൊ ഇതിൽ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തൊഴിൽ പാട്ട് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ പോപ്പുലാരിറ്റി ഓഫ് മലയാളം. മലയാളത്തിന് സ്പ്രെഡ് ചെയ്യാൻ സഹായിച്ച കാര്യങ്ങളാണ് ഈ പറയുന്ന വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തൊഴിൽ പാട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പൊ ഇതിൽ ചോദ്യങ്ങൾ വരാൻ ഈ 2 കാര്യങ്ങളാണ്. ഈ ആൾക്കാരെ പറ്റിയും അവരുടെ വർക്കിനെ പറ്റി പഠിക്കുക. ഈ പറയുന്ന ആൾക്കാരെ പറ്റിയും അവരുടെ വർക്കിനെ പറ്റി പഠിക്കാം. അതുപോലെ തന്നെ എന്താണ്? വട്ടെഴുത്തും കൊലെഴുത്തും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഓൾഡ് മലയാളം സ്ക്രിപ്റ്റുകളാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആർട്ട് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാലോ, ട്രേഡ് നോക്കി, മാർക്കറ്റ് നോക്കി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി. ആർട്ട് ഫോംസ്, കലാരൂപങ്ങൾ ഇത് നോക്കാം അല്ലെ. നമുക്ക് ഇന്ന് അറിയാനുള്ള കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നൊക്കെ പറയുന്നത് മിഡീവൽ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായി വന്ന കാര്യങ്ങളാണ്. സ്റ്റേജിൽ അത് ഏത് സ്റ്റേജിലാണ് അവർ കളിച്ചിരുന്നത്? കൂത്തമ്പലങ്ങളിലാണ്. അമ്പലത്തിനോട് അറ്റാച്ച് ചെയ്ത സ്റ്റേജിലാണ് അവർ ഈ കൂത്തും കൂടിയാട്ടവും കഥകളിയൊക്കെ കളിച്ചിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ടെമ്പിൾ ആർട്സ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ കൂത്ത്, കൂടിയാട്ടം, കഥകളി പോലെയുള്ളത് അമ്പലങ്ങളോട് ചേർന്ന് വരുന്ന സ്റ്റേജുകളിലാണ് ഇത് അവർ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിനെ ടെമ്പിൾ ആർട്സ് എന്ന് വിളിക്കാം. ഇനി തെയ്യം, തിറ, അതുപോലെ കളമ്പാട്ട് പോലുള്ള കാര്യങ്ങൾ കാവുകളിലാണ് അവർ കളിച്ചത്. സാക്രഡ് കേവ്സ് ഉണ്ടല്ലോ, നമ്മൾ കാവുകളുണ്ടല്ലോ, അമ്പലങ്ങളിലൊക്കെ കാവുകൾ കണ്ടിട്ടില്ലേ? അല്ല, കാടുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്തുകൊണ്ട് നമുക്ക് കാവുകൾ കാണാറുണ്ട്, സാക്രഡ് ഗ്രോവ്സ് കാണാറുണ്ട്. അവിടെ ആണ് ഇത് കാണാൻ തെയ്യവും തിറയും കളമ്പാട്ടൊക്കെ കളിച്ചിരുന്നത്. മറ്റിടത്ത് എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫേമസ് ഇത് തന്നെയാണ്, ഈ പറയുന്ന പോപ്പുലർ ഇത് തന്നെയാണ് തെയ്യവും തിറയും കളമ്പാട്ടൊക്കെ തന്നെയാണ് ഫേമസ് എന്ന് പറയും. ഓക്കെ, മറ്റേതിനേക്കാളും ഫേമസ് ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആർട്ട് ഫോം ഏതൊക്കെയാണ്? ഒപ്പനയും മാർഗം കളിയും ചവിട്ട് നാടകവും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിലനിന്നിരുന്ന ബാക്കി ആർട്ട് ഫോംസ് ആണ്. അപ്പോൾ ഇതിലൊന്ന് ഓർത്തിരിക്കുക എന്താണ്? ടെമ്പിൾ ആർട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? സേക്രഡ് ഗ്രോവ്സിൽ കളിച്ചിരുന്ന തെയ്യവും തിറയും കളമ്പാട്ടും പോലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മാറിപ്പോകാൻ നോക്കാം. ഓക്കെ, ഇനി നോളജിനെ പറ്റി നോക്കാം. മിഡീവൽ കേരള ഹാസ് ഗെയിൻ മച്ച് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ്. അപ്പോൾ നോളജിലും ആരും ഒട്ടും ബാക്കിലല്ലായിരുന്നു. മിഡീവൽ കാലഘട്ടത്തിൽ കേരളവും ഒട്ടും ബാക്കിലല്ലായിരുന്നു. അതുപോലെ തന്നെ സംഗമ ഗ്രാമ മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതെന്താണ്? മാത്തമെറ്റീഷ്യൻ. കേരളത്തിൽ നമ്മൾ മാത്തമെറ്റീഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ആയുള്ള ആൾ പേരാണ്. ഇതിൽ സംഗ്രമ എന്നാണ് കേട്ടോ പറയുന്നത്. അതിൽ അങ്ങനെയല്ല, സംഗമ ഗ്രാമ മാധവൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം ലോകം തന്നെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി തന്നെയാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ സംഗമ ഗ്രാമ മാധവൻ എന്ന് പറയുന്നത്. അതുപോലെ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും ഏത് കാലഘട്ടത്തിൽ തന്നെയാണ്? ഈ പറയുന്ന മധ്യകാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പം ശങ്കരനാരായണീയം ഓർത്തിരിക്കുക. സംഗമ ഗ്രാമ മാധവന്റെ അദ്ദേഹം മാത്തമെറ്റീഷ്യൻ ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന 2 ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നതാണ്. ഒന്ന് മൂഷക വംശവും അതുപോലെ രണ്ടാമത്തെ ഏതാണ്? തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാലഘട്ടത്തിലെ മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്ന 2 ഹിസ്റ്ററി വർക്ക്സ് ആണ്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന 2 ലിറ്റററി വർക്ക്സ് ആണ്. ഒന്ന് മൂഷക വംശം എന്ന് പറയുന്നതും അതുപോലെ തന്നെ രണ്ടാമത്താണ് ഇതെന്ന് പറയുന്നത് തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നതും. അത് എഴുതിയതാരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആണ് അത് എഴുതിയത്. അപ്പോൾ അത് ആ പേരൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം, ഏതാണ് ഈ പറയുന്ന പോലെ ഏതാണ് തുഹാഫത്ത് ഉൽ മുജാഹിദീൻ ആരാണ് എഴുതി? തുഹാഫത്തുൽ മുജാഹിദീൻ ആരെഴുതിയതാണ്? റിട്ടൺ ബൈ ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ
മഖ്ദൂമാണ് അത് എഴുതിയത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വർക്ക്സ് ആണ്, രണ്ടും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലിറ്റററി വർക്ക്സ് ആണ്. അതുപോലെ തന്നെ ദ സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ബൈ അറ്റാച്ച്ഡ് ടെമ്പിൾസ്, അറിയില്ല ടെമ്പിൾസുമായിട്ട് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ, ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അമ്പലങ്ങളുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേർ നോൺ ആസ് ശാലൈസ് അല്ലെ. ഏതൊക്കെയാണെങ്കിൽ ഏതൊക്കെ ശാലകൾ അറിയാം, കാന്തല്ലൂർ ശാലയുണ്ട്, വിഴിഞ്ഞം ശാലയുണ്ട്, പാർത്ഥവശേഖരപുരം ശാലയുണ്ട്. അപ്പൊ ഈ ശാല എന്ന് പറയുന്നത് എന്താണ്, ശാല എന്ന് പറയുമ്പോൾ എന്ത് പറയാം നമുക്ക്, ഈ അമ്പലങ്ങളുമായി ചേർന്നാണ് അവർക്ക് എന്ത് കൊടുത്തിരുന്നത്, എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത്. സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് വാസ് വെർ അറ്റാച്ച് ടു ടെമ്പിൾസ്, അല്ലെ ടെമ്പിൾസുമായി അറ്റാച്ച് ചെയ്തിരുന്നു. അവരെ എന്ത് വിളിച്ചിരുന്നു, ശാലൈസ് എന്ന് വിളിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഏതൊക്കെ ശാല നമ്മൾ പഠിച്ചാണ്, ഏതൊക്കെ അറിയാം നമുക്ക്, എക്സാമ്പിൾ ആയിട്ട് കാന്തല്ലൂർ ശാല അറിയാം, വിഴിഞ്ഞം ശാല അറിയാം, പാർത്ഥിവശേഖരപുരം ശാല, ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് അമ്പലങ്ങളോട് ചേർന്നിട്ടുള്ള എഡ്യൂക്കേഷൻ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ദോസ് അറ്റാച്ച് ടു ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് വെർ നോൺ ആസ് പള്ളി, അല്ലെ. അപ്പൊ എന്താണ്, ബുദ്ധിസ്റ്റ് സെന്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് വിളിക്കാം, അമ്പലങ്ങളുമായി കണക്ട് ചെയ്തിരുന്നതിന് നമ്മൾ ശാലീസ് എന്ന് പറഞ്ഞെങ്കിൽ ദോസ് അറ്റാച്ച് ടു ഏതാണ്, ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, പള്ളി എന്ന് വിളിക്കാം, പള്ളി. ഓക്കെ, ശാലയും പള്ളിയും ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് നമുക്ക് കേരള ചരിത്രത്തെ പറ്റി അല്ലെങ്കിൽ മെഡീവൽ കേരള ചരിത്രത്തെ പറ്റിയുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് പറയുന്നുണ്ട്. കോപ്പർ പ്ലേറ്റ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് മെഡീവൽ കേരള. അതൊന്ന് പഠിക്കണം. അവിടെ എന്താണ്, കോപ്പർ പ്ലേറ്റുകളാണ് നമുക്ക് മധ്യകാലഘട്ട കേരളത്തെ പറ്റി മനസ്സിലാക്കി തരാനുള്ള ഏറ്റവും നല്ല ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്ന് പറയുന്നത്, കോപ്പർ പ്ലേറ്റുകൾ. ഓക്കെ, അപ്പൊ ഏതാണ് 9th സെഞ്ചുറിക്കും അതുപോലെ 18th സെഞ്ചുറിക്കും ഇടയിലുണ്ടായിരുന്ന മെഡീവൽ കേരള ചരിത്രത്തെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തന്ന ആരാണ്, കോപ്പർ പ്ലേറ്റുകളാണ്. അതിൽ തരിസാപ്പള്ളി ആൻഡ് ജൂയിസ് കോപ്പർ പ്ലേറ്റ് ആണ് എക്സാമ്പിൾ കേട്ടോ. തരിസാപ്പള്ളി ശാസനവും അതുപോലെ ജൂയിസ് കോപ്പർ പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കോപ്പർ പ്ലേറ്റുകളാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി, മെഡീവൽ കേരളത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് വാസ് വട്ടെഴുത്ത്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, അന്ന് ഉപയോഗിച്ചിരുന്ന ലിപി എന്ന് പറയുന്ന ഇതാണ്, വട്ടെഴുത്താണ്. ആൻഡ് ഓൾഡ് സ്ക്രിപ്റ്റ് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ആക്ഷൻ ടു അഞ്ചുവണ്ണം, എ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് ബൈ ഭാസ്കർ രവി, എ മെഡീവൽ റൂൾ ഓഫ് കേരള ബേസ്ഡ് മഹോദയപുരം ഈസ് ഡോക്യുമെന്റഡ് ആസ് എ കോപ്പർ പ്ലേറ്റ്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു കോപ്പർ പ്ലേറ്റിൽ എന്തിനെ പറ്റി പറയുന്നുണ്ട്, മഹോദയപുരം കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഭാസ്കർ രവി എന്ത് ചെയ്തിട്ടുണ്ട്, അഞ്ചുവണ്ണം എന്ന് പറയുന്ന ട്രേഡ് ഗ്രൂപ്പാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അവർക്ക് അനുവദിച്ചു കൊടുത്ത എന്താണ് റൈറ്റ്സിനെ പറ്റിയുള്ളത് ഒരു എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോപ്പർ പ്ലേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ കോപ്പർ പ്ലേറ്റ് ഒന്നും അവിടെ ട്രേഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒന്നും രാജാക്കന്മാർ പല എന്താണ് റൈറ്റ്സും അവർക്ക് കൊടുത്തിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് എന്താണ് അറിവുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, കോപ്പർ പ്ലേറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, മധ്യകാല കേരളത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ്. മഹീൻ എന്ന് പറയുന്നത് ആരാണ്, ഒരു ചൈനീസ് ട്രാവലറാണ്. ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന 15th സെഞ്ചുറിയിൽ നമ്മൾ കാലിക്കറ്റ് പോർട്ടിനെ പറ്റിയും ട്രേഡിനെ പറ്റിയൊക്കെ ഒരു വിവരണം തന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ചൈനീസ് ട്രാവലർ മഹീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, കേരള മെഡീവൽ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. ഇനി പഠിക്കാനുള്ളത് ഏതാണ്, ഈ പറയുന്ന യൂറോപ്യൻസും അതുപോലെ എന്താണ് ബ്രിട്ടീഷുകാർ വരുന്നതും അവർക്കെതിരെയുള്ള റെനൈസൻസും അതിനുശേഷമുള്ള നാഷണലിസ്റ്റിക് മൂവ്മെന്റ്സും അതൊക്കെ തന്നെയാണ്. പിന്നെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, ആ ഒരു കാലഘട്ടത്തെ പറ്റിയൊക്കെയാണ് നമുക്ക് ഇനി കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇത് പഠിച്ചു, തമിഴകം, കേരളം ആസ് എ പാർട്ട് ഓഫ് തമിഴകം പഠിച്ചു, അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം പഠിച്ചു, ഇപ്പൊ ഇതും പഠിച്ചു, മിഡീവൽ കേരളയും പഠിച്ചു. പഠിക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ ട്രേഡ് പഠിക്കും, ലിറ്ററേച്ചർ പഠിക്കും, നോളജ് പഠിക്കും, ആർട്ട് ഫോം പഠിക്കും, അതുപോലെ തന്നെയുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു പോകും. ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ടൊന്ന് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം, എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കുക കേട്ടോ. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.